ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഹോട്ട് ടോപ്പിക്. ഇന്ന് നമ്മൾ ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിപ്ലവങ്ങളിൽ ഏറ്റവും ആവർത്തിച്ച് ചോദിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഫ്രഞ്ച് വിപ്ലവം? രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. എന്തിനൊക്കെ എതിരെയാണ്? രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ, ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെ, സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെ 18-ാം നൂറ്റാണ്ടിൽ, അതായത് വർഷം 1789, 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. ഈ 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമായിരുന്നു. ഈ സമയത്ത് ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത്. വേഴ്സായി കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? ലൂയി 14-മനാണ് വേഴ്സായി കൊട്ടാരം പണി കഴിപ്പിച്ചിരുന്നത്. ഈ ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ബൂർബൻ വംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബൂർബൻ വംശം, ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ബൂർബൻ വംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരുടേതാണ്, പുരോഹിതന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റാണ് കോമൺസ് എന്ന് പറയുമ്പോൾ അതിൽ കച്ചവടക്കാർ ഉൾപ്പെടും. എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, കർഷകർ, കൈത്തൊഴിലാളികൾ എന്നിങ്ങനെ ഉള്ള ആളുകളാണ് ഈ കോമൺസ് എന്ന ഗ്രൂപ്പിൽ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 3 എസ്റ്റേറ്റുകളാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് കോമൺസ്. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. എന്നീ പോയിന്റ്സ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. 6 പോയിന്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് സംഭാവന നൽകിയ ഫ്രഞ്ച് വിപ്ലവം. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം. ഇനി നമുക്ക് കുറച്ച് നികുതികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, കോമൺസ് എന്നിങ്ങനെ 3 എസ്റ്റേറ്റുകൾ. ഇതിൽ ഈ കോമൺസ് ആയിട്ടുള്ള കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ പിരിച്ചെടുത്ത ഒരു നികുതി ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്ന് 1-ാം എസ്റ്റേറ്റുകാർ പിരിച്ചെടുത്ത ഒരു നികുതി ഉണ്ടായിരുന്നു. അതിനെയാണ് തിദേ എന്ന് പറയുന്നത്. തിദേ എന്ന നികുതി കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ പിരിച്ചെടുത്തു. അതുപോലെ മറ്റൊരെണ്ണമാണ് തൈലേ എന്നത് ഭൂനികുതിയാണ്. ഈ ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നതും 3-ാം എസ്റ്റേറ്റുകാരാണ്. അതായത് 1-ാമത്തെ എസ്റ്റേറ്റുകാരും 2-ാമത്തെ എസ്റ്റേറ്റുകാരും നികുതി അടയ്ക്കേണ്ടതില്ലായിരുന്നു. 3-ാമത്തെ എസ്റ്റേറ്റിൽ നിന്നാണ് നികുതികൾ പിരിച്ചിരുന്നത്. അപ്പോൾ തിദേ എന്ന നികുതിയും തൈലേ എന്ന നികുതിയും പിരിച്ചിരുന്നത് 3-ാമത്തെ എസ്റ്റേറ്റിൽ നിന്നായിരുന്നു. തിദേ എന്ന നികുതി പുരോഹിതന്മാർക്ക് കൊടുക്കുമ്പോൾ തൈലേ എന്ന നികുതി സ്റ്റേറ്റിനാണ് കർഷകർ കൊടുത്തിരുന്നത്.
അതുപോലെ ഒരു നികുതിയാണ് ഗാബല്ലെ. ഗാബല്ലെ എന്ന് പറയുന്നത് ഉപഭോഗ നികുതിയാണ്. ഉപഭോഗ നികുതിയായിരുന്നു. അതും ഈ കോമൺസ് കൊടുത്തിരുന്ന ഒരു നികുതിയാണ്. ഈ നികുതി പിന്നീട് ഉപ്പ് നികുതിയായി മാറുന്നുണ്ട്. ഉപ്പ് നികുതിയായി മാറുന്ന ഒരു നികുതിയാണ് ഗാബല്ലെ. ആദ്യം അത് ഉപഭോഗ നികുതിയായിരുന്നു, പിന്നീട് അത് ഉപ്പ് നികുതിയായി മാറുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് കൊടുക്കേണ്ടിയിരുന്ന മറ്റൊരു നികുതിയാണ് ഗാബല്ലെ എന്ന് ഓർത്ത് വെക്കുക. അത് ഉപഭോഗ നികുതി എന്ന രീതിയിലാണ് ആദ്യം പിരിച്ചിരുന്നത്, പിന്നീട് അത് ഉപ്പ് നികുതിയായി മാറുന്നുണ്ട്. ഇനി നമുക്ക് 2 കോട്ടുകൾ പഠിക്കാനുണ്ട്. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഈ വാക്കുകൾ ആരുടേതാണ്? ലൂയി 14 വാക്കുകളാണ്. ഞാനാണ് രാഷ്ട്രം എന്നത് ലൂയി 14 വാക്കുകളാണ്. ഓക്കെ, ഈ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ രാജാവായിരുന്നത് ലൂയി 14 കൂടി ഓർത്തു വയ്ക്കുക. അപ്പം ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച രാജാവാണ് ലൂയി 14. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ഓർത്തു വയ്ക്കണേ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. സ്റ്റേറ്റ് ജനറലിനെ കുറിച്ച് നോക്കാം. എന്താണ് സ്റ്റേറ്റ് ജനറൽ? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടി ലൂയി 16 ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയാണ്. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂയി 16 ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയാണ് 1789. അപ്പോൾ ഈ സ്റ്റേറ്റ് ജനറലിൽ 3 എസ്റ്റേറ്റുകളുണ്ടല്ലോ. ഇവയിലെ അംഗസംഖ്യ കൂടി നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കണം. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 285 അംഗങ്ങളാണ്, 285. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 അംഗങ്ങളാണ്, 308. മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്, 621 അംഗങ്ങളാണ് സ്റ്റേറ്റ് ജനറലിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ജനറൽ അംഗസംഖ്യ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതലായിട്ടുള്ള അംഗസംഖ്യ ഉള്ളത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്, 621 പേരാണ് അതിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും വാദിക്കുന്നത് എന്താണെന്നാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, ഓരോ അംഗത്തിന് ഓരോ വോട്ട് വേണ്ട. അപ്പോൾ മൊത്തം 3 എസ്റ്റേറ്റുകളാണ്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതി. അപ്പോൾ 3 വോട്ടുകൾ. അപ്പോൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകാർ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെയാണ് മെജോറിറ്റി വരുന്നത്. അങ്ങനെ വരുമ്പോൾ കോമൺസിന് ഒരു പ്രാതിനിധ്യവും ഇല്ലാതെ പോകും. ആ സമയം കോമൺസ് വാദിച്ചത് എന്താണ്? ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് വേണ്ട, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണം എന്ന് വാദിച്ചത് ഈ കോമൺസ് ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഈ വോട്ട് ചെയ്യുന്നതിലുള്ള തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് അവർ പ്രഖ്യാപിക്കുകയാണ്, അവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി കോമൺസ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം കൂടി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അസംബിൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ ഇനി ഇവിടുന്ന് പിരിഞ്ഞ് പോവുകയുള്ളൂ. അങ്ങനെ ഈ പ്രതിജ്ഞ എടുത്തു അവർ. അതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കോമൺസ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അസംബിൾ ചെയ്യുകയും ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ ഇനി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം എങ്ങനെയാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവം. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ്? 1789 ജൂൺ 20. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. ഇനി നമുക്ക് ബാസ്റ്റിൽ ജയിൽ ആക്രമണം നോക്കാം. എന്താണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. ഈ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത് ഈ ബാസ്റ്റിൽ ജയിൽ തകർത്ത സംഭവമാണ്. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം 1789 ജൂലൈ 14. ഈ ജൂലൈ
14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷമാണ് 1789 ജൂലൈ 14. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്നാ 1789 ജൂൺ 20. ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നത് ജൂലൈ 14, 1789. ഇനി നമുക്ക് മനുഷ്യാവകാശ പ്രഖ്യാപനം നോക്കാം. മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷമാണ് 1789 ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. ഈ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങളെല്ലാം റൂസോ എന്ന ഫ്രഞ്ച് ചിന്തകന്റെയാണ്. ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങളെല്ലാം റൂസോ എന്ന ഫ്രഞ്ച് ചിന്തകന്റെയാണ്. ഇനി റൂസോ എന്ന ഫ്രഞ്ച് ചിന്തകന്റെ ബുക്സ് ആണ് ദ സോഷ്യൽ കോൺട്രാക്ട്, അതുപോലെ എമിലി, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ഈ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകത്തിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്, അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി എന്ന് മലയാളത്തിൽ പറയും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഈ പുസ്തകത്തിലാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ഓർത്തു വയ്ക്കുക, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട റൂസോ എഴുതിയ കൃതിയാണ് എമിലി എന്ന കൃതി റൂസോയുടെയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. ഇദ്ദേഹം സ്വിറ്റ്സർലൻഡുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് റൂസോ. ഓക്കെ, ഇനി റൂസോയുടെ 2 ഫേമസ് ആയിട്ടുള്ള കോട്ടുകളുണ്ട്. എന്തൊക്കെയാണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. അതുപോലെ ജനങ്ങളാണ് പരമാധികാരി. ഈ 2 കോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, റൂസോയുടെയാണ്. ഇനി അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. എന്താണ്? ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ഇനി മറ്റൊരു ചോദ്യമാണ്: പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതാണ്? 1789 ഒക്ടോബറിൽ. അപ്പോൾ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 1792 സെപ്റ്റംബർ 22. എന്താണ്? പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 1792 സെപ്റ്റംബർ 22. അതുപോലെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്: ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന കോട്ട ആരുടെയാണ്? മെറ്റേണി. മറ്റൊരെണ്ണം: ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ആന്റോണിയോ ലാവോയ്സർ ആണ്. ആന്റോണിയോ ലാവോയ്സർ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ് അല്ലേ? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ അദ്ദേഹമാണ് ആന്റോണിയോ ലാവോസിയെ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഇനി നമുക്ക് ഭീകരവാഴ്ചയെക്കുറിച്ച് നോക്കാം. ഭീകരവാഴ്ച. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടറിൽ കുറച്ച് സബ് ടൈറ്റിൽസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ്? ആദ്യം എസ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. പിന്നെ അതുപോലെ ഈ സ്റ്റേറ്റ് ജനറലിലെ അംഗസംഖ്യയുടെ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, മനുഷ്യാവകാശ പ്രഖ്യാപനം, ഭീകരവാഴ്ച. ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഭീകരവാഴ്ചയാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുസുരക്ഷാ കമ്മിറ്റിയെ രൂപീകരിച്ചു. 1793 ജൂലൈയിലാണ് പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ് പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത്. അതുപോലെ ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായിരുന്നു മിറാബോയും ഡാൻസനും പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു.
അപ്പോൾ ഈ ശത്രുക്കളാണ് എന്ന് തോന്നുന്നവരെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ട് മിറാബോയും ഡാൻഡനും കൂടി എന്ത് ചെയ്തു, ഗില്ലറ്റിൻ എന്നൊരു ആയുധം ഉപയോഗിക്കുകയാണ്. ശത്രുക്കളെന്ന് തോന്നുന്നവരെല്ലാം ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഈ മിറാബോയും ഡാൻഡനും കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ഈ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ റോബിസ്പിയറേയും ഇവർ വധിച്ചു. ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെൻ്റ് ആണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 16-നെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേരി ആൻറ്റോണിയേറ്റിനെയും എല്ലാം ഇവർ വധിക്കുകയാണ്. ഇനി ഈ മേരി ആൻറ്റോണിയേറ്റ് ആരാണ്? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട് അല്ലേ, അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഈ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയെന്ന്. ആ സമയത്ത് ഈ സ്ത്രീകളോട് അന്നത്തെ റാണിയായിട്ടുള്ള മേരി ആൻറ്റോണിയേറ്റ്, നമ്മുടെ ലൂയി 16-ന്റെ ഭാര്യ, ചോദിക്കുകയാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോട്ടോട് കൂടിയാണ് ഇവരെ നമ്മൾ തലച്ചോറില്ലാത്തവൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ രാജാവായിട്ടുള്ള ലൂയി 16-നെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേരി ആൻറ്റോണിയേറ്റിനെയും എല്ലാം ഈ മിറാബോയും ഡാൻഡനും നിഷ്കരണം വധിച്ചു. അപ്പോൾ ശത്രുക്കളെ ഈ ഗില്ലറ്റിന് ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ. അപ്പോൾ ഈ ഒരു പീരീഡാണ് ഭീകരവാഴ്ച എന്ന് അറിയപ്പെടുന്നത്. ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്താവനകളിൽ ഒന്നാണ്. ഇനി ഈഫൽ ടവർ എന്താണ്? ഈഫൽ ടവർ അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ടവറാണ് ഈഫൽ ടവർ. ഈഫൽ ടവർ ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചിന്തകന്മാരെയും അവരുടെ ആശയങ്ങളും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ആ ഭാഗമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു വോൾട്ടയർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ് വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം. അപ്പോൾ ഈ വോൾട്ടയർ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ്. അതുപോലെ ശക്തവും ജനക്ഷേമപരവുമായ സ്വേച്ഛാധിപത്യത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തി കൂടിയാണ് വോൾട്ടയർ. ഓക്കെ, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. അതുപോലെ ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ് യഥാർത്ഥ നാമം. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ശക്തവും ജനക്ഷേമപരവുമായ സ്വേച്ഛാധിപത്യ ഭരണത്തിന് വേണ്ടി പ്രയത്നിച്ചു. ഇനി മറ്റൊരു വ്യക്തിയാണ് മോണ്ടസ്ക്യൂയെ കുറിച്ച് നോക്കാം. ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ. നിയന്ത്രിത രാജവാഴ്ചയെ അദ്ദേഹം അനുകൂലിക്കുകയാണ്. നിയന്ത്രിത രാജവാഴ്ച എന്ന സങ്കല്പത്തെ അദ്ദേഹം അനുകൂലിക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണമെന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് മോണ്ടസ്ക്യൂ. നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത് വോൾട്ടയർ, മോണ്ടസ്ക്യൂ എന്നീ രണ്ട് ചിന്തകന്മാരെ കുറിച്ചും അവരുടെ ആശയങ്ങളുമാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ. നിയന്ത്രിത രാജവാഴ്ചയെ അദ്ദേഹം അനുകൂലിച്ചു. അതുപോലെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണമെന്ന് വാദിച്ച വ്യക്തിയാണ് മോണ്ടസ്ക്യൂ. ഇനി നമുക്ക് ടിപ്പു സുൽത്താൻ എന്താണ് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധം? ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ്. ഈ ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. പൗരനായ ടിപ്പു. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. ഓക്കെ, ഇനി ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിയനിൽ അംഗമായിട്ടുള്ള ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഓക്കെ, ഫ്രഞ്ച് ക്ലബ്ബാണ് ജാക്കോബിയൻ ക്ലബ്ബ്. അപ്പോൾ ഈ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായ ഭരണാധികാരി, ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഈ ജാക്കോബിയൻ ക്ലബിൻ്റെ നേതാവായിരുന്നത് റോബിസ്പിയർ. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഈ ജാക്കോബിയൻ ക്ലബ്ബ്. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനം കൂടിയാണ് ജാക്കോബിയൻ ക്ലബ്ബ്.
ഇനി നമുക്ക് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. അങ്ങനെയാണെങ്കിൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? അത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? അത് ലൂയി 15 ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തിയോ? ലൂയി 16. ഓക്കെ, അപ്പം ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എവിടെയാണ് ജനിച്ചത്? സെന്റ് കോഴ്സിക്ക ദ്വീപ് എന്ന് പറയും. സെന്റ് കോഴ്സിക്ക ദ്വീപ് 1769 ഓഗസ്റ്റ് 15 ഇദ്ദേഹം ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ലിറ്റിൽ കോർപ്പറൽ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇനി ആധുനിക ഫ്രാൻസിന്റെ ശില്പി അദ്ദേഹം നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെ. അപ്പോൾ നോക്കൂ, ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതുപോലെ കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ കൊണ്ടുവന്നു. കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഒരു നിയമസംഹിത നടപ്പാക്കി. ഇനി പാരീസ് മോടി പിടിപ്പിച്ചു. യൂണിവേഴ്സിറ്റികളെല്ലാം ഗവൺമെന്റിന്റെ അധീനതയിൽ കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം. അത് 1804 1814 നെപ്പോളിയനെ ആദ്യമായി നാട് കടത്തുകയാണ്. എങ്ങോട്ടാ? എൽബ ദ്വീപ്. ഈ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ടിട്ട് നെപ്പോളിയൻ അധികാരം നഷ്ടമായത് ഈ വാട്ടർലൂ യുദ്ധത്തിലാണ്. വാട്ടർലൂ യുദ്ധം 1815. നെപ്പോളിയനും ആർതർ വെല്ലസ്ലിയും തമ്മിലായിരുന്നു യുദ്ധം. അപ്പോൾ ഈ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ആർതർ വെല്ലസ്ലിയാണ്. 1815 ഈ വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയനെ ആർതർ വെല്ലസ്ലി പരാജയപ്പെടുത്തുന്നത്. വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815 ബെൽജിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാട് കടത്തിയ ദ്വീപാണ് സെന്റ് ഹെലേന ദ്വീപിലേക്ക് വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് ഇദ്ദേഹത്തെ നാട് കടത്തി. ഈ വാട്ടർലൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബെൽജിയത്തിലാണെന്ന് പറഞ്ഞു. നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സിങ്കിങ് ഫണ്ട്. പൊതു കടം ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ഈ നെപ്പോളിയൻ. ഓക്കെ, പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. വിധിയുടെ മനുഷ്യൻ അല്ലെങ്കിൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയനാണ് വിധിയുടെ മനുഷ്യൻ അല്ലെങ്കിൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നെല്ലാം അറിയപ്പെടുന്നത്. ഇനി നെപ്പോളിയൻ അന്തരിച്ചതെന്ന 1821 മെയ് 5 ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം പാരീസിൽ. ഓക്കെ, ലെസ് ഇൻവാലിഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇദ്ദേഹം അന്തരിച്ചത് 1821 മെയ് 5. ലെസ് ഇൻവാലിഡ്സ് എന്നാണ് ഈ ശവകുടീരം അറിയപ്പെടുന്നത്. പാരീസിലാണ്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആണെങ്കിൽ നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ തത്വചിന്തകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് റൂസോയാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചതാരാ? മേരി ആന്റോണിയേറ്റ് ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്നത് ലൂയി 16 അതുപോലെ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് ആരാ? അതും റൂസോ തന്നെയാണ്. പിന്നെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? അത് മെറ്റേണിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന സബ് ടൈറ്റിൽസ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, മനുഷ്യാവകാശ പ്രഖ്യാപനം, ഭീകരവാഴ്ച, പിന്നെ സ്റ്റേറ്റ് ജനറൽ, അതിൽ അംഗസംഖ്യകൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എസ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്തത് നികുതികൾ, തൈലേ, തിതേ, ഗാബല്ലേ, ഈ 3 നികുതികളും കൂടി ഈ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കുക.
അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.